പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഒരു സെക്ഷനാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മീൻ വാല്യൂ തിയറം എന്നാണ് സെക്ഷൻ്റെ ഹെഡിങ് വരുന്നത്. മീൻ വാല്യൂ തിയറം പറയുന്നതിന് മുൻപേ അതേ സെക്ഷനിൽ തന്നെ റോൾസ് തിയറം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. ആ കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും മീൻ വാല്യൂ തിയറത്തിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശരിക്കും രണ്ട് തിയറംസുകളാണ് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. മീൻ വാല്യൂ തിയറം ഉണ്ട്, അതുപോലെ റോൾസ് തിയറം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ആദ്യം നമുക്ക് റോൾസ് തിയറം എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. റോൾസ് തിയറം എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനും അതുപോലെ അതിൻ്റെ ഒരു ജിയോമെട്രിക്കൽ ഐഡിയയും ഒക്കെ ബോർഡിൽ നമ്മൾ കൃത്യമായി വരച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോയി നോക്കാം. Let f from closed interval ab to r be continuous on closed interval ab and differentiable on open interval ab such that f of a equal to f of b where a and b are some real numbers. ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്കാണ് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളുമാണ്. കൂടാതെ എഫ് ഓഫ് എ എന്ന് പറയുന്നതും എഫ് ഓഫ് ബി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതായത് ക്ലോസ്ഡ് ഇന്റർവെല്ലായ എ ബി എന്ന് പറയുന്നതിൻ്റെ രണ്ട് എൻഡ് പോയിന്റുകളിലുമുള്ള ഫംഗ്ഷന്റെ വാല്യൂ ആണ് എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും വരുന്നത്. അത് രണ്ടും ഈക്വൽ ആവുക കൂടി ചെയ്താൽ then there exists some c in open interval ab such that f dash c equal to 0. എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിൽ മിനിമം ഒരു സി എങ്കിലും നമ്മൾക്ക് അവിടെ കണ്ടെത്താൻ വേണ്ടി പറ്റും. ആ സി എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബിയുടെ അകത്തായിരിക്കും. അതായത് എയുടെയും ബിയുടെയും ഇടയിലാണ് എന്ത് വരുന്നത്, സി എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നത്. എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിൽ ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നിന്നും മിനിമം ഒരു സി എങ്കിലും നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റും. അതിനെന്തൊക്കെ കണ്ടീഷൻസുകൾ വേണം? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആവണം. ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. കണ്ടിന്യൂസ് ആവേണ്ടത് ക്ലോസ് ഇന്റർവെല്ലിലും ഡിഫറൻഷ്യബിൾ ആവേണ്ടത് ഓപ്പൺ ഇന്റർവെല്ലുമാണ്. ഇതിനൊരു ജിയോമെട്രിക്കൽ ആശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കർവ് ഇവിടെ കൺസിഡർ ചെയ്യുന്നു. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവ് കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ അതിന്റെ ഫംഗ്ഷന്റെ വാല്യൂ ആണ് എന്ത് വരിക, ഇവിടെ ഈ പോയിന്റ് വരിക, അത് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ കാര്യമാണ്. അതേമാതിരി ബി എന്ന് പറയുന്ന ഒരു പോയിന്റ്, അതിൽ ഫംഗ്ഷൻ വാല്യൂ ആണ് എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ കാര്യം വരിക. ഇവിടെ നോക്കൂ നിങ്ങൾ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു സി എന്ന് പറഞ്ഞ കാര്യം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആ സി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഡാഷ് സി എന്താണ്, 0 ആണെന്നാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേഷനെയാണ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവിന്റെ ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് എഫ് ഡാഷ് എക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, എഫ് ഡാഷ് സി 0 ആകുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ആ ഫംഗ്ഷൻ സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻജന്റ് ലൈൻ വരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലൈനുകൾ വരച്ചതൊക്കെ എന്താണ്, ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞ ആശയമാണ്. ഈ ടാൻജന്റ് ലൈൻ പക്ഷേ എക്സ് ആക്സിസിന് പാരലൽ ആകുന്നത്, എക്സ് ആക്സിസിന്റെ സ്ലോപ്പ് ആണല്ലോ നമ്മൾ 0 എന്ന് പറഞ്ഞ ആശയം പറയുക. അപ്പൊ അത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട് നിലനിൽക്കുന്നത് ഏത് കർവ് എടുത്ത് നോക്കിയാലും മിനിമം ഒരു സിയിലെങ്കിലും എഫ് ഡാഷ് സി എന്തായിരിക്കും, 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സി എന്ന് പറഞ്ഞ പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്ന ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. കാരണം എന്താണ്, രണ്ടിൻ്റെയും സ്ലോപ്പ് എന്ന് പറയുന്നത് ആ ടൈമിലാണ് എന്ത് വരിക, 0 എന്ന് പറഞ്ഞ ആശയമായിട്ട് വരുന്നത്. ഇവിടെ ഫിഗറിലേക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ ടാൻജന്റ് ലൈൻ എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഈ ഒരു ടാൻജന്റ് ലൈൻ എന്ന് പറയുന്ന ആശയത്തിനെ നമ്മൾ മൂവ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ് അത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞ ആശയത്തിന് പാരലായിട്ട് നിലനിൽക്കുന്നത്. വീണ്ടും നമ്മൾ അതിനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് ആ പാരലൽ കണ്ടീഷൻ എന്ന് പറയുന്നത് വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കർവിന്റെ കാര്യത്തിൽ ഒരേ ഒരു പർട്ടിക്കുലർ സിയിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, അവിടെ ഇങ്ങനെ എക്സ് ആക്സിസിന് പാരലായിട്ട് ടാൻജന്റ് ലൈൻ വരുന്നത്. എന്നാൽ നെക്സ്റ്റ് ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, അവിടെ നമുക്ക് ഇതുപോലെ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. അതായത് ഇത് എ എന്ന് പറയുന്നതും ഇത് ബി എന്ന് പറയുന്നതുമാണ്. അപ്പോൾ ഈ ക്ലോസ് ഇന്റർവൽ എ ബിയിൽ ഇത് കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ട്.
നമ്മൾക്ക് ഇനി രണ്ട് ലൈനുകൾ ഞാൻ അവിടെ വരച്ചിട്ടുണ്ട്, എൻ്റെയും ബിൻ്റെയും ഇടയിലായിട്ട്. ഞാൻ ഇതിനെ C1 എന്ന് പറഞ്ഞും ഇതിനെ C2 എന്ന് പറഞ്ഞ് നെയിം ചെയ്യാണ്. ഈ C1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ടാൻജന്റ് ലൈൻ ഇവിടുന്ന് വരച്ച് നമ്മളതിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്താവും, എക്സ് ആക്സിസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ടാൻജന്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ടാൻജന്റ് ലൈനും എക്സ് ആക്സിസും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പോൾ C1 എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ C2 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ടാൻജന്റ് ലൈൻ വരച്ചാലും എക്സ് ആക്സിസും ആ ലൈനും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ട് മുന്നത്തെ റോൾസ് തിയറത്തിൽ നമ്മൾ പറഞ്ഞത് സം C ഇൻ ഓപ്പൺ ഇന്റർവൽ AB എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ C ഇൻ ഓപ്പൺ ഇന്റർവൽ AB എന്നല്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലേക്ക് പോകുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ C1ലും C2ലും എന്ത് വരുന്നുണ്ട്, ഈ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളാണ് ചെയ്യാനുള്ളത്. വെരിഫിക്കേഷനൊക്കെ വളരെ സിമ്പിളാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റി ഒക്കെ എഴുതിയിട്ട് പെട്ടെന്ന് നമ്മൾ അതിന്റെ വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യും. അടുത്ത് നമുക്ക് മീൻ വാല്യൂ തിയറത്തിലേക്ക് ഒന്ന് പോവാം. മീൻ വാല്യൂ തിയറത്തിൽ പറയുന്നത്, ലെറ്റ് f ഫ്രം ക്ലോസ് ഇന്റർവൽ AB to R be a continuous function on closed interval AB and differentiable on open interval AB. തൊട്ട് മുന്നേ റോൾസ് തിയറത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്ലോസ് ഇന്റർവൽ AB-യിൽ നിന്ന് റിയൽ നമ്പർ സെറ്റിലേക്ക് ഉണ്ട്. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇന്റർവൽ AB-യിൽ, ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവൽ AB-യിൽ. അങ്ങനെയാണെങ്കിൽ then there exists some C in open interval AB such that f dash C equal to f of B minus f of A divided by B minus A. ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ ഒരു C എന്ന് പറയുന്ന ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താം. അത് ഓപ്പൺ ഇന്റർവൽ AB-യുടെ അകത്തായിരിക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു C അല്ല, മിനിമം ഒരു C എങ്കിലും കണ്ടെത്താൻ പറ്റും. അതാണ് മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. റോൾസ് തിയറത്തിലേക്ക് പോകുമ്പോൾ ഉള്ള കണ്ടീഷനും മീൻ വാല്യൂ തിയറത്തിലേക്ക് വരുമ്പോൾ ഉള്ള കണ്ടീഷനും ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ അങ്ങനെ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ പറയുന്നുണ്ട്, ഇവിടെയും അതുപോലെ പറയുന്നുണ്ട്. അവിടെ പക്ഷേ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആണ് എങ്കിൽ മാത്രമേ റോൾസ് തിയറം അപ്ലിക്കബിൾ ആവുകയുള്ളൂ. ഇവിടെ പക്ഷേ കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ തന്നെ നമുക്ക് C എന്ന് പറയുന്ന ഒരു ആശയം നമുക്ക് കണ്ടെത്താം. അത് ഓപ്പൺ ഇന്റർവൽ AB-യുടെ അകത്തായിരിക്കും. അതിന്റെ സച്ച് ദാറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് f dash C ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ആയിരിക്കും. ഇതിന്റെ ഒരു ജോമെട്രിക്കൽ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കർവാണ്. അതിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് A എന്ന് പറയുന്നത്, മറ്റൊരു പർട്ടിക്കുലർ പോയിന്റ് ആണ് B എന്ന് പറയുന്നത്. A എന്ന് പറയുന്നതിന്റെ ഫങ്ഷണൽ വാല്യൂ, അതായത് ഈ ഒരു പോയിന്റ് എന്തായിട്ടാണ് വരിക, എ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ആയിട്ടാണ് വരിക. അതുപോലെ ബി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുമ്പോൾ അവിടെ ഏത് പോയിന്റ് ആണ് വരുന്നത്, ബി എഫ് ഓഫ് ബി എന്ന് പറയുന്ന കാര്യമാണ് വരുന്നത്. കർവിന്റെ മുകളിലുള്ള രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ നമ്മളവിടെ വരച്ചിട്ടുണ്ട്. അതിനെ സീക്കൻഡ് ലൈൻ എന്നാണ് നമ്മൾ പറയുക. ഈ സീക്കൻഡ് ലൈനും തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാം സി എഫ് ഓഫ് സി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഒരു ടാൻജന്റ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആകുന്നത് സി എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമാണ്. ചില കർവുകൾക്ക് ഒന്നിൽ കൂടുതൽ പോയിന്റുകളിൽ ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യാം. മിനിമം ഒരു സി എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ ഇന്റർവൽ AB-യുടെ അകത്ത് കണ്ടെത്താൻ വേണ്ടി പറ്റും. എങ്ങനെ, സീക്കൻഡ് ലൈനും ടാൻജന്റ് ലൈനും പാരലൽ ആകുന്ന രീതിയിൽ. സീക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ് ജോയിൻ ചെയ്തിരുന്നത്, എ എഫ് ഓഫ് എ എന്ന് പറയുന്നതും ബി എഫ് ഓഫ് ബി എന്ന് പറയുന്നതുമാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സി എഫ് ഓഫ് സി എന്ന് പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ ലൈനാണ് ഈ കാണുന്നത്. ഈ ലൈനും പാരലൽ ആകും. ഏതിൽ മാത്രം, ഈ സി എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമാണ് അത് പാരലൽ ആകുന്നത്. ഇങ്ങനെ ടാൻജന്റ് ലൈനും സീക്കൻഡ് ലൈനും പാരലൽ ആകുന്ന രീതിയിൽ മിനിമം ഒരു സി എങ്കിലും നമ്മൾക്ക് ഓപ്പൺ ഇന്റർവൽ AB-യിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് മീൻ വാല്യൂ തിയറം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടീഷൻ ഒന്ന് ശ്രദ്ധിക്കുന്നു നിങ്ങൾ. എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്നുള്ള മീനിങ് ആണ്. എഫ് ഡാഷ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അറ്റ് എക്സ് ഈക്വൽ ടു സി എന്ന് പറഞ്ഞ ആശയമാണ്. ആ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ അതെന്താണ്, സീക്കൻഡ് ലൈൻ എന്നതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. സീക്കൻഡ് ലൈനുമായിട്ട് എങ്ങനെയാണ് ഇതിന് ബന്ധം വരുന്നത്, ഇതൊരു പർട്ടിക്കുലർ പോയിന്റ് ആണ്, ഇത് മറ്റൊരു പോയിന്റ് ആണ്.
ആ രണ്ട് പോയിന്റുകൾ നമുക്ക് അറിഞ്ഞുകൊണ്ട് ആ ലൈനിന്റെ സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, x1 y1 x2 y2 എന്ന് പറഞ്ഞ രണ്ട് പോയിന്റുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതേ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ബി എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഓൾ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. അപ്പൊ ശരിക്കും ഇത് എന്താണ്, സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നതിന്റെ എന്താണ്, സ്ലോപ്പാണ്. ഈ സീക്കൻഡ് ലൈൻ എന്ന് പറയുന്നതിന്റെ സ്ലോപ്പ് നമ്മൾ 2 പോയിന്റ് ഫോം എന്ന് പറഞ്ഞ ആശയത്തിലൂടെ, അല്ലെങ്കിൽ രണ്ട് പോയിന്റുകൾ തന്നു കഴിഞ്ഞാൽ സ്ലോപ്പ് കാണുക എന്നുള്ള ആശയത്തിലൂടെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ആ ഒരു കാര്യവും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കർവിന്റെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ആണ്. ആ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നതിൽ എക്സിന് സി അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് എഫ് ഡാഷ് സി ആകുന്ന സമയത്ത് അത് രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ജിയോമെട്രിക്കലായി പറഞ്ഞിട്ടുള്ള ഐഡിയയും എഫ് ഡാഷ് സി ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്ന് പറയുന്നത് തമ്മിൽ എന്താണ്, കണക്റ്റഡ് ആണ്. ഇത് സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പാണ്, ഇത് ടാൻജന്റ് ലൈനിന്റെ സ്ലോപ്പാണ് സി എന്ന് പറഞ്ഞ പോയിന്റിലുള്ളത്. ഇത് രണ്ടും എന്താണ്, ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് ലൈനുകളും എന്താണ്, പാരലൽ ലൈൻസുകളായിരിക്കും. ഇങ്ങനെ മിനിമം ഒരു സി എങ്കിലും നമുക്ക് ഓപ്പൺ ഇന്റർവൽ എ ബിയിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതേ രീതിയിലാണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കുക. ഒരു കർവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് x²+2 ആണ്. എ എന്ന് പറയുന്നത് -2 ആണ്, ബി എന്ന് പറയുന്നത് 2 ആണ്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ എയും ബിയും സെപ്പറേറ്റ് തരും, അല്ലെങ്കിൽ ഒരു ഇന്റർവെൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരും. നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഫംഗ്ഷൻ റോൾസ് തിയറം എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. റോൾസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ 3 കണ്ടീഷനാണ് നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടത്. ഒന്ന്, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും ഈക്വൽ ആയിരിക്കണം. ഈ 3 കണ്ടീഷൻ നിലനിന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ, റോൾസ് തിയറം എന്ന് പറഞ്ഞ ആശയം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ 3 കാര്യങ്ങളൊന്ന് ആദ്യം ഒന്ന് നോക്കാം. y ഈക്വൽ ടു x²+2 എന്ന് പറയുന്ന കാര്യം, എവിടത്തെ കാര്യം മാത്രം നോക്കിയാൽ മതി, ക്ലോസ് ഇന്റർവൽ -2 2 മാത്രം നമുക്ക് നോക്കിയാൽ മതി. ക്ലിയർലി ഈ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. y ഈക്വൽ ടു x²+2 ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ -2 2 ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവൽ -2 2. അത് എന്തുകൊണ്ടാണ് ഞാൻ ക്ലിയർലി പറഞ്ഞത്, y ഈക്വൽ ടു x²+2 എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ക്ലോസ് ഇന്റർവൽ -2 2 എന്താണ്, കണ്ടിന്യൂസ് ആണ്. അതേപോലെ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എന്ത് പറയാം, ഓപ്പൺ ഇന്റർവൽ -2 2 എന്തായിരിക്കും, ഇത് ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും നിങ്ങൾ നേരിട്ടിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആണ് ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം, എയുടെ പൊസിഷനിൽ എന്താണ് വരുന്നത്, -2 ആണ്. അപ്പോൾ എഫ് ഓഫ് -2 ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എഫ് ഓഫ് -2 ചെയ്യണമെങ്കിൽ എക്സിന് പകരം -2 കൊടുക്കുക. -2² + 2 4+2 which is equal to 6. എഫ് ഓഫ് 2, അതായത് എഫ് ഓഫ് ബി ആണ് കാണുന്നത്. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2² + 2 which is equal to 4+2 which is equal to 6. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, ഓപ്പൺ ഇന്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണ്, എൻഡ് പോയിന്റുകളിൽ ഫംഗ്ഷന്റെ വാല്യൂസുകൾ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റോൾസ് തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, ഒരു സി എന്ന് പറയുന്ന ആശയം ഓപ്പൺ ഇന്റർവെൽ -2 2 കണ്ടെത്താൻ പറ്റും, എഫ് ഡാഷ് സി 0 ആകുന്ന രീതിയിൽ. Therefore, by Rolle's theorem, there exists C in open interval -2 2 such that f dash c equal to 0. f dash c 0 ആകുന്ന രീതിയിൽ ഒരു c എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവൽ -2 2 കണ്ടെത്താം. എഫ് ഡാഷ് സി 0 ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് എഫ് ഓഫ് എക്സിന്റെ പൊസിഷനിലാണ് എന്ത് നിലനിൽക്കുന്നത്, x² + 2 എന്ന് പറഞ്ഞ കാര്യം നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ആശയം എന്താണ് കിട്ടുന്നത്, x² ഡെറിവേഷൻ 2x വരും, +2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് ഡെറിവേഷൻ 0 വരും. അതായത് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 2c ആയിരിക്കും. അപ്പോൾ എഫ് ഡാഷ് സി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, 2c എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം.
അതായത് സി എന്ന് പറയുന്നത് 0/2 സീറോ ആയിരിക്കണം. ആ സീറോ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ഈ ഓപ്പൺ ഇന്റർവെലിന്റെ അകത്തുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -2 2. ഇത് ബിലോങ്സ് ടു ആയതോടുകൂടി നമ്മുടെ റോൾസ് തിയറം വെരിഫിക്കേഷൻ അവസാനിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു സി കണ്ടെത്താം എന്ന് പറഞ്ഞാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ആ കണ്ടുപിടിക്കുന്ന സി അതിനകത്ത് തന്നെയാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. ഇങ്ങനെയുള്ള ഏത് ചോദ്യം കണക്ട് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്നത് എന്താണ്? അതിനകത്ത് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. അതോടുകൂടി നമ്മുടെ വെരിഫിക്കേഷൻ എന്താണ്? അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏതാണ് ആ സി എന്ന് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. ഏതാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഹോൾഡ് ചെയ്യുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കൂ. വെരിഫൈ റോൾസ് തിയറം ഫോർ ദ ഫംഗ്ഷൻ f of x equal to x² + 2x - 8. x belongs to ക്ലോസർ ഇന്റർവെൽ -4 2. ഇവിടെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുന്നതിന് പകരം f of x equal to എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇതും എന്താണ്? ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ആ കാര്യം ഒന്ന് എഴുതി വെക്കാൻ വേണ്ടി പോവാണ്. f of x is continuous on closed interval -4 2 and differentiable on open interval -4 2. അടുത്ത് കാണേണ്ടത് f of -4, അതായത് f of a ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് എൻഡ് പോയിന്റ് ആണ് a വരിക. f of -4 എന്ന് പറഞ്ഞാൽ -4 ഹോൾ സ്ക്വയർ പ്ലസ് 2 × -4 -8 ഇറ്റ് ഈസ് ഈക്വൽ ടു 16 -8 -8. അതായത് 16 - 8 എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 കിട്ടുന്നു. അടുത്ത് കാണേണ്ടത് f of 2. f of 2 ഈസ് ഈക്വൽ ടു 2² പ്ലസ് 2 × 2 -8. 4 + 4 -8 ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് എൻഡ് വാല്യൂസുകളെല്ലാം 0 ആണ് കിട്ടുന്നത്. സെയിം ആണ്. 0 ആണ് എന്നുള്ളതിനല്ല അവിടെ പ്രശസ്തി വരുന്നത്. രണ്ടും സെയിം ആണ്. അപ്പോൾ കണ്ടിന്യൂസ് ആണ് ക്ലോസ് ഇന്റർവെൽ -4 2 ഡിഫറൻഷ്യബിൾ ആണ് ഓപ്പൺ ഇന്റർവെൽ -4 2. കൂടാതെ എൻഡ് പോയിന്റുകളിലുള്ള ഫംഗ്ഷണൽ വാല്യൂസുകൾ എന്താണ്? അവിടെ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ therefore by Rolle's theorem there exists C in open interval -4 2 such that f dash c equal to 0. തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ ഇവിടെ f of x നമുക്ക് തന്നിട്ടുണ്ട്. f dash x എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കുക. x² എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2x പ്ലസ് 2x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ 2 മൾട്ടിപ്ലിക്കേഷൻ വരുന്ന കോൺസ്റ്റന്റ് മാറ്റി എഴുതി. എക്സിന്റെ ഡെറിവേഷൻ 1 മൈനസ് 8ന്റെ ഡെറിവേഷൻ 0 ഇറ്റ് ഈസ് ഈക്വൽ ടു 2x + 2. അതായത് എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 2c + 2. നമ്മൾ എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? എഫ് ഡാഷ് സി 0നോട് ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ 2c + 2 എന്ന് പറയുന്നത് 0 ആണ്. 2c എന്ന് പറയുന്നത് -2 ആണ്. c എന്ന് പറയുന്നത് -2/2 -1 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ -4 2. ഇത് ബിലോങ്സ് ടു ആയതുകൊണ്ട് തന്നെ നമ്മുടെ വെരിഫിക്കേഷൻ അവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ ആശയമാണ്. ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. f of x equal to x² എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഏത് ഇന്റർവെല്ലിലാണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലോസ് ഇന്റർവെൽ 2 4 വെരിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ആദ്യത്തെ കണ്ടീഷൻസുകളായ കാര്യങ്ങൾ, അതായത് കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയും നേരിട്ട് എഴുതാം. കാരണം f of x equal to x² എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f of x equal to x² is continuous on closed interval 2 4 and differentiable on open interval 2 4. കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ആണെങ്കിൽ മീൻ വാല്യൂ തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം? therefore by mean value theorem, MVT എന്ന് പറഞ്ഞാൽ അതിനെ ഷോർട്ട് ആക്കി എഴുതാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറും ചിലപ്പോൾ ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് വരാറുണ്ട്. അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. by mean value theorem there exists some c in open interval 2 4 some c in open interval 2 4 such that f dash c equal to
എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2. അതായത് ശരിക്കും ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ എ ബി എഴുതുന്നതിന് പകരം ഓപ്പൺ ഇന്റർവൽ 2 4 ആണ് എഴുതിയിരിക്കുന്നത്. എ ബി എന്നതിന് പകരം എക്ക് 2ഉം ബിക്ക് 4ഉം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ എന്നതിന് പകരം നിങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റുന്നത്. അതായത് എനിക്കറിയാവുന്ന കാര്യം എന്താണ്, എ എന്ന് പറയുന്നത് 2 ആണ്, ബി എന്ന് പറയുന്നത് 4 ആണ്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പറയുന്ന കാര്യത്തിന് ചെറിയ എഡിറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കാര്യം തന്നിട്ടുണ്ട്, അത് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 2c ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് നമ്മൾ എഫ് ഓഫ് 4 എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. എഫ് ഓഫ് 4 എന്ന് പറയുന്ന കാര്യം ചെയ്യണമെങ്കിൽ എക്സിന് എന്ത് അപ്ലൈ ചെയ്താൽ മതി, 4 എന്ന് പറഞ്ഞ വാല്യൂ അപ്ലൈ ചെയ്താൽ മതി. 4 സ്ക്വയർ വരും, 16 വരും. അടുത്തത് എഫ് ഓഫ് 2 എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. അതായത് 2 സ്ക്വയർ വരും, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞ കാര്യം കയറി വരുന്നു. അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ആണ് വരിക, നമുക്കറിയാവുന്ന കാര്യമാണ്. എഫ് ഓഫ് 4 എന്ന് പറയുന്നത് 16 ആണ്, മൈനസ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്, ഡിവൈഡഡ് ബൈ 2. 16 മൈനസ് 4 എന്ന് പറയുന്നത് 12 ആണ് വരുന്നത്. 12 ബൈ 2 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു, 6 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. ഇനി നമ്മുടെ ഇവിടുത്തെ കണ്ടീഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എഫ് ഡാഷ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 തുല്യമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും എന്താണ്, എഫ് ഡാഷ് സി എന്ന് പറയുന്നത് 2c ആണ്. എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 4 മൈനസ് 2 എന്ന് പറയുന്ന ആശയം എത്രയാണ് കിട്ടുന്നത്, 6 ആണ് കിട്ടുന്നത്. അതായത് സി എന്ന് പറയുന്നത് 6/2 ആണ്, 3 ആണ് വരുന്നത്. ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവെൽ 2 4. 3 എന്ന് പറയുന്നതിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞ കാര്യം വെരിഫിക്കേഷൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ഇൻ ദ ഇന്റർവെൽ ക്ലോസ് ഇന്റർവൽ എ ബി വേർ എ ഈക്വൽ ടു 1 ആൻഡ് ബി ഈക്വൽ ടു 4. അതായത് ക്ലോസ് ഇന്റർവൽ 1-4 മീൻ വാല്യൂ തിയറം ഇവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യണം. ഫംഗ്ഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്, പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് നേരിട്ട് എഴുതി വയ്ക്കാം. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ഈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇന്റർവൽ 1-4 ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇന്റർവെൽ 1-4. ഈ രണ്ട് കണ്ടീഷൻ മാത്രം മതി എന്തെഴുതാൻ, മീൻ വാല്യൂ തിയറത്തിലേക്ക് കണക്ട് ചെയ്യാൻ. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, therefore by mean value theorem there exists some c in open interval 1-4 such that f dash c equal to f of b minus f of a ഡിവൈഡഡ് ബൈ ബി മൈനസ് എ. ഞാൻ പറഞ്ഞിരിക്കുന്നത് ജനറൽ ഐഡിയ ആണെങ്കിലും എക്ക് പകരം ഞാൻ 1 എഴുതിയിട്ടുണ്ട്, ബിക്ക് പകരം ഞാൻ 4 എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞ അതേപോലെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്ന് പോവുകയാണ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കുക. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ 2x മൈനസ് 4 കോൺസ്റ്റന്റ് ആണ്, മാറ്റി എഴുതി. എക്സിൻ്റെ ഡെറിവേഷൻ 1 മൈനസ് 3 വെറും കോൺസ്റ്റന്റ് ആണ്. അപ്പം അതിൻ്റെ ഡെറിവേഷൻ എന്താ വരിക, 0 എന്ന് പറഞ്ഞ കാര്യമാണ് എഴുതി വരിക. 0ൻ്റെ ഒപ്പം മൈനസ് ഇട്ടാലും പ്ലസ് ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. ഇനി അത് എഴുതിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 2x മൈനസ് 4. അപ്പോൾ എഫ് ഡാഷ് സി എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ എന്ത് വരുന്നു, 2c മൈനസ് 4 എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നു. എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുന്നു. 3 എവിടെ നിന്നാണ് കിട്ടിയത്, 4 മൈനസ് 1 ആണ് എന്തായിട്ട് മാറുന്നത്, 3 ആയിട്ട് മാറുന്നത്. ഇതിലെ എഫ് ഓഫ് 4 എന്ന് പറഞ്ഞ കാര്യം കിട്ടണമെങ്കിൽ ഫംഗ്ഷനിൽ എക്സിന്റെ സ്ഥാനത്ത് എന്ത് അപ്ലൈ ചെയ്യുക, 4 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. അപ്പോൾ വരുന്നത് എന്താ, 4 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 4 മൈനസ് 3 മൈനസ് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 1 അപ്ലൈ ചെയ്യുക. ഒന്നിൽ കൂടുതൽ ടേമുകൾ ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കുകയാണ്. 1 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 1 മൈനസ് 3 ഓൾ ഡിവൈഡഡ് ബൈ 3. ഇനി അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 വരും, മൈനസ് 16 മൈനസ് 3
മൈനസ് ബ്രാക്കറ്റിനകത്ത് 1 ന്റെ സ്ക്വയർ 1 വരും, -4 വരും, -3 വരും, ഡിവൈഡഡ് ബൈ 3 ഇറ്റ് ഇസ് ഈക്വൽ ടു 16 -16 ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടെ -3 എന്ന് പറഞ്ഞ കാര്യമുണ്ട്. 1 - 4 എന്ന് പറഞ്ഞാൽ -3 ആണ്. 1 - 4 എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 എന്ന് പറയുന്നത് -6 ആണ്. പുറത്തേക്ക് വരുന്ന സമയത്ത് -6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +6 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 3/3 ഇസ് ഈക്വൽ ടു 1. ഇപ്പം നമ്മൾക്ക് ഈ റൈറ്റ് സൈഡിലുള്ള കാര്യം കിട്ടിക്കഴിഞ്ഞു. അതേമാതിരി ലെഫ്റ്റ് സൈഡിലുള്ള നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ ഒരു കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെ f'(c)ക്ക് പകരം 2c - 4 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ ഒരു ടേം മൊത്തത്തിൽ ചെയ്താൽ കിട്ടുന്നത് 1 ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു എന്ത് കൊടുക്കാം, 1 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. ഇവിടെ നിന്ന് 2c എന്ന് പറയുന്നത് 1 + 4 എത്രയായിരിക്കും, 5 ആയിരിക്കും. c എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര വരിക, 5/2 എന്ന് പറഞ്ഞാൽ 2.5 ബിലോങ്സ് ടു ഓപ്പൺ ഇന്റർവൽ 1/4. നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന c എവിടെ തന്നെയുണ്ട്, ഓപ്പൺ ഇന്റർവൽ 1/4 തന്നെയുണ്ട്. അപ്പോൾ അതോടുകൂടി മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ ആശയം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. റോൾസ് തിയറവും അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറവും. ഇത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ആകെ ചോദിക്കുന്നത് മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനും റോൾസ് തിയറം വെരിഫൈ ചെയ്യാനുമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിയറി വൈസിലുള്ള ആശയം എങ്ങനെയാണ് എന്നുള്ളതും ജിയോമെട്രിക്കൽ ആയിട്ടുള്ള ഐഡിയ എങ്ങനെയാണ് എന്നുള്ളതും നമ്മൾ വ്യക്തമായിട്ട് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ഇതിലേതെങ്കിലും ചോദ്യങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എക്സാമിനേഷൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നിങ്ങളത് ചെയ്ത് നിങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് മീനിങ് മനസ്സിലാക്കാനും അതിൻ്റെ ആൻസർ വ്യക്തമായിട്ട് എഴുതി പിടിപ്പിക്കാനും നിങ്ങളെ കൊണ്ട് പറ്റുന്നതാണ്. ഫോക്കസ് ഏരിയയിൽ വരുന്ന ഭാഗം വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിൽ നിന്ന് മാത്രം നിങ്ങൾക്ക് 80% മാർക്ക് കയറി വരുന്നതാണ്. അതിൽ പെട്ടിട്ടുള്ള അതിനകത്ത് വരുന്ന ഒരു സെക്ഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങളത് ചെയ്ത് പഠിക്കുക. ഇനി നമ്മൾ ഈ മീൻ വാല്യൂ തിയറം റോൾസ് തിയറവുമായിട്ടൊക്കെ വീണ്ടും നമ്മൾ കാണുന്നത് ഫോക്കസ് ഏരിയയിൽ പെടുന്ന ഓരോ സെക്ഷൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സെക്ഷൻസുകൾ ക്ലാസ് രൂപത്തിൽ നിങ്ങൾക്ക് നൽകുന്നതാണ്. അവിടെ നമ്മൾ ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസുകളും അതുമാതിരി ഈ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ചാപ്റ്ററുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.